അയ്യപ്പേട്ട, നമ്മുടെ SDPI നേതാവ് MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കലാണ് സംഭവം. കേസ് അതാണ്. അപ്പോൾ അതായത് ഈ PFIയെ നിരോധിച്ചപ്പോൾ SDPI ആ ഒരു കാര്യം ഏറ്റെടുത്ത് കൂടുതൽ സജീവമാകാനുള്ള പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ എന്താ പറയുക, ഈ തീവ്രവാദി സംഘങ്ങളെ എല്ലാത്തിനെയും അമിത്ഷായും മോദിയും ചുരുട്ടിക്കൂട്ടിയെടുത്ത് അകത്താക്കൂല ചേട്ടാ. അതിനുള്ള ഒരു തുടക്കം കൂടിയല്ലേ ഇത്? തുടങ്ങിക്കഴിഞ്ഞു, അതിലൊരു ഏട് കൂടിയല്ലേ ഇത്? ഈ PFI എന്ന സംഘടനയുണ്ടല്ലോ, ഈ പറയുന്ന തീവ്രവാദികളെ ആ ഒരു സംഘടനയെ നിർത്തലാക്കിയപ്പോൾ SDPI അന്ന് ഇവിടെ ഉണ്ട്. അന്ന് ഈ SDPIയിലോട്ട് PFI എന്നാണ് ആള് പോകുന്നത്. അപ്പോൾ ഒരു വേള ഇവിടെയുള്ളവരെല്ലാം ചിന്തിച്ചു, PFI പോയാലും SDPIയിലൂടെ നമുക്ക് നമ്മുടെ എല്ലാം ചെയ്യാമല്ലോ എന്ന് കരുതിയിരുന്നു. സ്വാഭാവികമാണ്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, സുഡാപ്പികളെ ഈ ഭരണകാലം, അതായത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ ഭരണകാലം തീരുന്നതിന് മുമ്പ് ചുരുട്ടിക്കൂട്ടി അടുപ്പത്ത് വയ്ക്കും എന്നുള്ളതിൻ്റെ ആദ്യത്തെ തെളിവാണ് ഈ ദേശീയ പ്രസിഡന്റിനെ ED അകത്താക്കിയിരിക്കുന്നത്. കാര്യം ഇവരാരും വിചാരിക്കുന്ന പോലെ അല്ല, സൂക്ഷ്മമായി ഇവരുടെ മേൽ ഒരു മൂന്നാം കണ്ണ് ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്. അതുകൊണ്ട് അത് ഈ എന്താ പറയാ, BJP സർക്കാർ അധികാരത്തിൽ അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ? അതെ, തീർച്ചയായിട്ടും ഒരു കാര്യമാണ്. പക്ഷെ അത് ഈ സുഡാപ്പി കുഞ്ഞുങ്ങൾക്കും കമ്മി കുഞ്ഞുങ്ങൾക്കും തീരെ പിടിക്കില്ല, ദഹിക്കില്ല. കമ്മി കുഞ്ഞുങ്ങളെ നമ്മൾ എന്തിനാണെന്നറിയോ? കമ്മി കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയുമ്പോൾ ആലപ്പുഴ കമ്മി കുഞ്ഞുങ്ങള് ഈ പറയുന്ന പോലെ ആരിഫ് എന്ന് പറഞ്ഞിട്ടൊരു MP ജയിച്ചിട്ടുണ്ടായിരുന്നു. ആരിഫ്, നമുക്ക് ഇത്രയും ചുരുക്കത്തിൽ പറഞ്ഞാൽ മതി. CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് വോട്ട് രാഷ്ട്രീയം മാത്രമാണ് അവർക്കുള്ളത്. വോട്ട് കിട്ടുക, അതിന് ഏത് കള്ളനോ കൊലപാതകിയോ പോക്കറ്റടിക്കാരനോ ഇനി സമൂഹത്തിൽ ഏത് തെമ്മാടിയോ ആയിരുന്നാലും പെട്ടിയിൽ വോട്ട് വീഴുമ്പോൾ അത് നമുക്ക് കിട്ടണം. അതിനുവേണ്ടി അവർ ആരെ വേണം ഒരു കൂട്ടുപിടിക്കും, അല്ലേ? അപ്പം അതുകൊണ്ട് ഈ കമ്മി കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ് ഇപ്പോൾ ആലപ്പുഴയിൽ ഈ പറയുന്ന SDPI ആണ്, SDPIയുടെ ഒരു വക്താവാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഈ സുധാകരനും പ്രതിഭാഹരിയും അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് പഴയകാല കമ്മ്യൂണിസ്റ്റുകാരും എന്തുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ ഈ പാർട്ടിക്കകത്ത് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ അവർ ഭാഗവാക്കാകുന്നില്ല? ഈ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സുധാകരനെ ഒരു പരിപാടിക്കും വിളിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് വിളിക്കാത്തത്? സുധാകരന്റെ യുവമാരൊക്കെ തന്നെ തീവ്രവാദികളാണെന്നും ഈ കള്ളത്തെക്കുറിച്ചും സുധാകരന് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ നമ്മൾ വിഷയം മാറി പോകുന്നതല്ല. അതെ, അപ്പോ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ പറയും പകൽ CPM-ഉം രാത്രി SDPI-യും. ഒന്നുകൂടെ പറയാം, കോൺഗ്രസിലെ T. സിദ്ദിഖ് MLA അറിയാമോ? T. സിദ്ദിഖ് MLA പഴയ SDPI-കാരനാണ്. ഉമ്മൻചാണ്ടി നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം അവിടെയാണ്. KT ജലീൽ സിമി ആയിരുന്നു. അല്ല, ഞാൻ പറയുന്നത്, ഞാൻ ഉമ്മൻചാണ്ടിയുടെ ഒരു മെരിറ്റാണ് ഞാൻ അറിയാതെ പറഞ്ഞു പോയത്. ഈ സിദ്ദിഖ് ഒരു ഉഗ്ര തീവ്രവാദിയായ SDPI-കാരനായിരുന്നു. ഉമ്മൻചാണ്ടി എന്ന ആ നേതാവിന്റെ ദീർഘവീക്ഷണത്തിൽ അദ്ദേഹം നിരവധി നേതാക്കളെ തന്നിലേക്ക് അടുപ്പിച്ചതുപോലെ സിദ്ദിഖിനെ അദ്ദേഹം കൂടെ നിർത്തുകയായിരുന്നു. സിദ്ദിഖിന്റെ വാക്കും പ്രവൃത്തിയും നോക്കും സംസാരവും ഒക്കെ ഉമ്മൻചാണ്ടി എന്ന നേതാവ് മാറ്റിയെടുത്ത് അദ്ദേഹത്തിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, SDPI എന്ന പ്രസ്ഥാനം ഈ പറയുന്ന പോലെ നമ്മളൊരു ഒരു വാക്ക് നമ്മൾ കേൾക്കുമല്ലോ, അവലും മലരും കുന്തിരിക്കവും കരുതി വെച്ചോളൂ എന്നൊക്കെ അവർ പറഞ്ഞല്ലോ. ഇപ്പൊ നമുക്ക് തിരിച്ചങ്ങോട്ട് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് പറയുന്നുണ്ട്. നിങ്ങൾ കരുതി വെച്ചോളൂ, നിങ്ങളുടെ അന്തികൂതാശ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ജയിൽ അടിഞ്ഞാൽ, കാര്യം ED ആണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പറയൂ, എന്തെങ്കിലും ചേട്ടാ. അതായത് ഈ പറയുന്ന BJP സർക്കാർ വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ഈ ചൊറിച്ചിൽ എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ BJP മുസ്ലിമുകൾക്ക് എതിരാണ് എന്നുള്ള ഒരു കാര്യം വരുത്തി തീർക്കാനാണ് അപ്പോൾ അങ്ങനെ വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത്. ആ സമയത്താണ് മറ്റേ നോട്ട് നിരോധനം വരുന്നത്. നോട്ട് നിരോധനം വന്നതോടുകൂടി ഇവരെല്ലാവരും തന്നെ വിറളി പിടിച്ചോടി എന്നുള്ളത് അത് നരേന്ദ്രമോദി കണ്ണും പൂട്ടി ചെയ്തതാണ്. മുൻകൂട്ടി ഒന്നും പറയാൻ പോയില്ല. മൻ കി ബാത്ത് വന്നപ്പോഴേക്കും പറഞ്ഞു, പിറ്റേ ദിവസം അതൊരു വിജയമാണത്. അത് വിജയമായിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? ഇവിടെ പല ചാരിറ്റി പ്രവർത്തനങ്ങളും അവതാളത്തിലായി. അതായത് ചാരിറ്റി പ്രവർത്തനങ്ങൾ അവതാളത്തിലായി. പലരും അതെ, ഒരാളെ എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ വാരിക്കോരിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ വാരിക്കോരി കൊടുത്ത പലരും പിന്നീട് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് മാറേണ്ട ഒരു സ്ഥിതി
സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതൊരു കാര്യം മാത്രമല്ല, ഈ ചാരിറ്റിക്കും ഇപ്പുറത്തേക്ക് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കോടികളാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. അതായത് കണ്ണൂര് ബേസ് ചെയ്തും നമ്മുടെ ഈ പെരുമ്പാവൂർ ഭാഗത്തൊക്കെ ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തിന് അതിന്റെ വിലയ്ക്കും അപ്പുറം ഇരട്ടി വില കൊടുത്തിട്ടാണ് പലപ്പോഴും ഇത്തരത്തിൽ കച്ചവടങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള ഇടപെടലുകളെല്ലാം തന്നെ അവിടെ ഇല്ലാതെയായി എന്നുള്ളതാണ്. ഇവർക്ക് കുറച്ചുനാൾ അനങ്ങാതെ ഇരിക്കേണ്ടി വന്നു. കാരണം ഇവർക്ക് ഇടപാടുകൾ നടത്താൻ പറ്റില്ല. അതായത് ഈ സ്ലീപ്പർ സെൽസിനൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഇതുവഴി പണം ഒഴുകിക്കൊണ്ടിരുന്നതാണ്. ആ പണത്തിന്റെ അതെ, അത് അളന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കേരള സർക്കാർ അറിയുന്നില്ല എന്നുള്ളത് മാത്രമല്ല. കേരള സർക്കാരിനെ അറിയിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇവർക്ക് രണ്ട് സ്ഥലങ്ങൾ ഇപ്പൊ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന അവരെയും കൂടെ ചേർന്നുകൊണ്ടാണ്. അതെ, അതുകൊണ്ട് അറിയില്ല. അതിനു മുമ്പാണെങ്കിലും ഇവരെന്തുകൊണ്ടാണ് അറിയിക്കാതിരുന്നത്? പലതവണയും കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ ഇവിടുത്തെ സ്ലീപ്പർ സെല്ലിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായ വിവരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇവിടെ വന്ന് എല്ലാം പൂട്ടിക്കെട്ടി ഈ PFI കുഞ്ഞുങ്ങളെ അടക്കം ചുരുട്ടിക്കൂട്ടി അകത്തിട്ടതിന് ശേഷമാണ് PFI കേന്ദ്ര സർക്കാർ ബാൻ ചെയ്തത്. എന്താണെന്ന് അറിയാമോ? ഇതുകൊണ്ട് ഒടുങ്ങില്ല എന്ന് കേന്ദ്ര സർക്കാരിന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അത്രയും പ്രധാനപ്പെട്ട നേതാക്കളെ അകത്താക്കാതെ എങ്കിലും ഇതിനെ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ സ്പീഡിൽ ഇവിടെ വീണ്ടും വേറൊരു രീതിയിൽ തന്നെ പ്രവർത്തനം തുടരുമായിരുന്നു. ഇപ്പോഴെന്ത് പറ്റി? ആ ഒരു ചെറിയൊരു ഗ്യാപ്പില്ലേ, ആ ഒരു അതായത് PFIന്റെ നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്തിട്ട് PFIക്ക് ബാൻ ചെയ്ത ഒരു സമയമുണ്ടല്ലോ, ഇവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ശരിക്കും ഇവർ സ്തബ്ധരായിപ്പോയി. കുറച്ച് നാൾക്ക് ഇവർക്ക് ഇത് എങ്ങനെ പ്രവർത്തനം ഏകോപിപ്പിക്കണമെന്ന് അറിയില്ല. കാരണം തലമൂത്ത നേതാക്കൾ എല്ലാവരും തന്നെ അകത്താണ്. പിന്നെ ഈ ചെറിയ തലകളുണ്ടല്ലോ, ചെറിയ തലകൾക്ക് ഇത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല. ചെറിയ തലകളെ സംബന്ധിച്ചിട്ട് ആജ്ഞകൾ അനുസരിച്ചല്ലേ ശീലമുള്ളൂ. ആജ്ഞ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഇസ്രായേലിൽ സംഭവിച്ചതുപോലെ, ഇസ്രായേലില് ആദ്യമൊക്കെ ഈ ചെറിയ ആൾക്കാരെയൊക്കെ നേതാക്കന്മാരെയൊക്കെ ഇസ്രായേൽ തട്ടിക്കളഞ്ഞു ഹമാസിന്റെ. അപ്പം പിന്നീട് മെയിൻ നേതാക്കളെയൊക്കെ അങ്ങ് തട്ടി. അപ്പൊ ഇവന്മാരെ ആലോചിക്കുകയാണ്, ദൈവമേ ഇനിയിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് നേതാവില്ല. മാത്രമല്ല, മുന്നിലേക്ക് ഇതുവരെ മറ്റൊരു നേതാവിന്റെ പേര് വരുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അടുത്ത നിമിഷം ഇസ്രായേൽ അവനെ തട്ടും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ നേതാക്കളെയും തന്നെ അടച്ചുപൂട്ടി. ഇനിയിപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഇതിപ്പോൾ SDPI ആണ്. SDPI ഇതിന്റെ പ്രവർത്തനം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, നേരത്തെ തന്നെ ഏറ്റെടുത്തതാണ്. അപ്പോൾ സ്ലീപ്പർ സെൽസ് എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. കേന്ദ്ര സർക്കാർ നിരന്തരം വെറുതെ പറയുന്നതല്ല. മാധ്യമങ്ങൾ ഇത് പറയുന്ന മാധ്യമങ്ങൾ വെറുതെ പറയുന്നതല്ല. നമ്മുടെ നാട്ടിൽ സ്ലീപ്പർ സെൽസ് ഉണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, അതിനെയൊക്കെ അടപടലം പൂട്ടുന്നതിന്റെ ഒരു ഇതിലേക്ക് തന്നെയാണ് ഈ MK ഫൈസി, മുഹമ്മദ് കുട്ടി ഫൈസി, തൃശ്ശൂരുകാരനാണ്. ഇപ്പോ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലാണ് 95% ഏറ്റവും കൂടുതൽ ഇപ്പോൾ SDPI ഉള്ളത് കേരളത്തിലാണ്. സംസ്ഥാനങ്ങളിൽ ബാക്കി സംസ്ഥാനങ്ങൾ SDPI കാര്യം കൂടിയുണ്ട്. ഈ ആട് മേയ്ക്കാൻ പോയിട്ടില്ലേ, ഈ ആട് മേയ്ക്കാൻ പോയവരിൽ ഭൂരിഭാഗവും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നുള്ളവരാണ്. ആട് മേയ്ക്കാൻ പോയിട്ട് അവിടെ പലരും പെട്ടുപോയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന കേരളം എന്ന സംസ്ഥാനത്തിൽ മാത്രമാണ് SDPI ഉള്ളത്. മറ്റ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലും ഇല്ല. മലയാളികള് 95% മലയാളികളാണ്. പിന്നെ മറ്റൊന്നുകൂടെ ഇതിൽ പറയാനുണ്ട്. ഈ പറയുന്ന പോലെ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന ഒരു ഒന്നിലും പെടാത്ത ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനെ നിഷ്കരണം വെട്ടിക്കൊലപ്പെടുത്തിയതൊന്നും ഈ കേരളം ഒരിക്കലും മറക്കില്ല. അപ്പോ പൂന്തുറ കലാപം തുടങ്ങി മാറാട് കലാപത്തിൽ വരെ പങ്കുവഹിച്ച SDPIയെ ആൾറെഡി ഈ സ്ലീപ്പിംഗ് സെൽസ് ഈ അവര് വിചാരിക്കുന്നു, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞു, അവർ ചെയ്യുന്നത് ആരും അറിയുന്നില്ല എന്നൊരു തോന്നൽ. ഇപ്പോൾ പകൽ CPM-ഉം രാത്രി SDPIയും ആയതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു നിൽക്കുന്നു. ഇട്ടിരിക്കുന്ന ഷർട്ട് CPM ഷർട്ട് ആയതുകൊണ്ട് അകത്തുള്ളത് എന്തെന്ന് അറിയാൻ പറ്റുന്നില്ല. നമുക്ക് സംസാരിക്കാനാണെങ്കിൽ നിരവധിയുണ്ട്. ലവ് ജിഹാദ് മുതലുണ്ട്. അതായത് ചേട്ടാ, ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വിചാരിക്കുന്ന SDPI CPM തീറ്റിപ്പോറ്റുകയാണല്ലോ. അപ്പൊ
ഇനി നടക്കാൻ പോകുന്ന കാര്യം മെല്ലെ മെല്ലെ ഇത്തരത്തിലുള്ള കാര്യം ഈ നേതാക്കളെ മുഴുവനും ഓരോ സിംഗിൾ പേഴ്സൺസ് ആയിട്ട് ആദ്യം പൂട്ടിയിട്ടതിന് ശേഷം SDPI കേന്ദ്രം നിരോധിക്കുക തന്നെ നിരോധിക്കും. കേന്ദ്രം നിരോധിക്കുന്നതിലേക്ക് തന്നെയാണ് ഈ ചുവടുവെപ്പുകൾ. ഇപ്പൊ കർണാടകത്തില് ബാംഗ്ലൂരിലാണ് ഇത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കള്ളപ്പണ കേസിലാണ് ED അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഒരു കാരണം കിട്ടി ലോക്കാക്കാൻ ഇരിക്കുമായിരുന്നു. ഏതായാലും കിട്ടി. കാരണം മുഹമ്മദ് കൊടുത്തു, പുറം ലോകം കാണില്ല. മുഹമ്മദ് ഫൈസി അകത്തായി എന്നുണ്ടെങ്കിൽ അല്പം മുമ്പ് പ്രജിത പറഞ്ഞതുപോലെ തല അകത്തായി കഴിയുമ്പോൾ വാലുകളെയും പതുക്കെ അകത്താക്കേണ്ട സ്ഥിതിയിലേക്ക് പോകും. ചുരുട്ടി കൂട്ടേണ്ടി വരും. അവിലും മലരും കുന്തിരിക്കവും ഇവർ കത്തിച്ചു വെക്കേണ്ട സുഡാപ്പികൾ. പറഞ്ഞ മറ്റൊരു വാക്കും കൂടിയുണ്ട്, അമ്പലനടയിൽ പച്ചയ്ക്ക് കത്തിക്കുമെന്നാണ് പറഞ്ഞത്. അതെ, അതെല്ലാം ആ പറഞ്ഞതെല്ലാം പിന്നെ അപകടമായി പോയി, ആപത്തായി പോയി എന്നുള്ളത് ഇപ്പോ തൽക്ഷണം അനുഭവിക്കേണ്ടി വരും എന്ന രീതിയിലുള്ള ചുവടുവെപ്പാണ്. കാത്തിരുന്നോളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ.